ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷനിലാണ്. വടക്കേവിള ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയാണ് കേണൽ എസ് ഡിന്നി. അദ്ദേഹം BJPയുടെ സംസ്ഥാന വക്താവ് കൂടിയാണ്. ഇത്തവണ വലിയ ആവേശം തന്നെയാണ് ഓരോ ഡിവിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് വടക്കേവിളയിലെ വിശേഷം? നല്ല ഒരു പ്രചാരണമാണ് നമ്മൾ നടത്തിയത്. നല്ല ഒരു പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ഓരോ വീട്ടിലും 3 തവണ നേരിട്ട് കയറിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും പോകുമ്പം അവിടുത്തെ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളും വളരെ മനസ്സ് തുറന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വടക്കേവിളയുടെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് BJP. അപ്പം ഇത്രയും നാൾ ഇവിടെ ഈ കൗൺസിലും ഇവിടുത്തെ MLA ഒക്കെ നടപ്പിലാക്കാൻ പറ്റാത്ത വികസനം പോയിട്ട് അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഈ റോഡുകളൊക്കെ എല്ലാം പൊട്ടിക്കിടക്കുന്ന റോഡിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പല കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കും. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് മാത്രമാണ് നല്ലത്. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഒരു കാര്യം സംസാരിക്കാതെ ആളുകളുടെ ജനങ്ങളുടെ ഏറ്റവും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് ജനമനസ്സിൽ അതിലൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഭഗവതി ദേവിയുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, തീർച്ചയായിട്ടും ഒരു മാറ്റം കാണും. ഓരോ വിഭാഗങ്ങൾ, അതായത് നമ്മൾ പണ്ട് BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും ഇപ്രാവശ്യം നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. വലിയൊരു ആവേശം തന്നെയാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് പുറകിലായി നിരവധി വാഹനങ്ങളുണ്ട്. അതിൽ BJPയുടെ പ്രവർത്തകരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ പ്രവർത്തകരും അവരാണ് എൻ്റെ ശക്തി. അതായത് നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മറ്റേത് പാർട്ടിയിലും ഇല്ലാത്ത ഏറ്റവും വലിയൊരു അസറ്റാണ്. കാരണം അവരുടെ ഈ ഒരു ആശയം, ഈ ഒരു ആദർശത്തിൻ്റെ പേരിലാണ് അവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആളുകൾ പോലും ഇതിനകത്ത് ഉണ്ട് ഇന്നും. അപ്പോൾ ആ രീതിയിലുള്ള സംഘത്തിൻ്റെ ആളുകൾ, സംഘത്തിൻ്റെ സ്വയംസേവകർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താസ് സ്വന്തം ജീവിതത്തിൻ്റെ ജോലി പോലും മാറ്റിവെച്ചിട്ടാണ് നമ്മളെ കൂടെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അവർ തന്നെയാണ് എൻ്റെ ശക്തിയും നമ്മുടെ ശക്തിയും. ഈ നാടിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമാണ് ഈ എൻ്റെ തൊട്ട് പിന്നിൽ ഈ കാണുന്നത്. തീർച്ചയായും BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത് അത് വികസന സന്ദേശം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും നമ്മൾ ഇതിനകത്ത് ഈ പ്രാവശ്യം സംസാരിക്കാതിരുന്നത്. രാഷ്ട്രീയം സംസാരിച്ച് സമയം കളയേണ്ട സമയമല്ല ഇപ്പോൾ. ഒരു ജനവിഭാഗം മൊത്തം, വടക്കേവിള ജനവിഭാഗം മൊത്തവും ഒരു വികസനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വയ്ക്കുന്ന വികസിത് കേരളം, ആ വികസിത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വികസിത് കൊല്ലവും വികസിത് വടക്കേവിളയും എന്നുള്ള ഒറ്റ ആശയത്തിലാണ് നമ്മൾ ഈ മൊത്തം ക്യാമ്പയിൻ. ഒരു രീതിയിലുള്ള രാഷ്ട്രീയ നെഗറ്റിവിറ്റിയോ ഒന്നും ചെയ്യാതെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും കൊല്ലം കോർപ്പറേഷനെ നമുക്ക് നോക്കുമ്പോൾ വലിയൊരു വികസന മുരടിപ്പ് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. വടക്കേവിളയിൽ എത്തിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെത് പോട്ടെ, ഒരു MLA ഒരു റോഡ് പോലും ശരിയാക്കിയില്ല. അത് മറ്റൊരു MLAയുടെ, അതായത് M. മുകേഷ് MLAയുടെ വീടിന് മുമ്പിലൂടെയുള്ള റോഡ്, അത് നൌഷാദ് MLA അതൊന്ന് ശരിയാക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒരു ഞാൻ കണ്ട ഒരു പാഠമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കൊല്ലം വിട്ടിട്ട് കേരളം വിടൂ, ഭാരതത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരൊറ്റ MLAയുടെ സ്വന്തം വീട്ടിന് മുന്നിൽ ഇതുപോലത്തെ ഉള്ള ഒരു ദയനീയ അവസ്ഥമായിട്ടുള്ള ഒരു റോഡ് കാണാൻ സാധിക്കില്ല. ആ MLA പറയാണ്, ഇത് എൻ്റെ MLA, ഇത് ഞാനല്ല ചെയ്യേണ്ടുള്ള, MLA നൌഷാദാണ് ചെയ്യുന്നത്. നൌഷാദ് പറയാണ്, ഇത് ഞാനല്ല ചെയ്യേണ്ടുള്ള, കൗൺസിലറാണ് ചെയ്യേണ്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പം ഇലക്ഷന് തൊട്ടു മുമ്പ് അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളക്കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ആളുകൾ മനസ്സിനകത്ത് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്, അത് കള്ളമാണ്, ഇത് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. നമ്മൾ നമ്മുടെ മുമ്പിലോട്ട് കണ്ട ആ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മാത്രം അറിയാം നമ്മൾ എത്ര ദയനീയ അവസ്ഥയാണെന്നുള്ളത്. തീർച്ചയായും സ്ഥാനാർത്ഥി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന റോഡിൽ പോലും കുണ്ടും കുഴിയും നിറഞ്ഞതാണ് എന്നുള്ളതാണ്. അതായത് ഇതുവരെ ഇവിടെ ഭരിച്ചവരൊക്കെ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, NDA സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അങ്ങനെ ആവേശപൂർവമായി ആ സ്ഥാനാർത്ഥിയുടെ പര്യടനം അത് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. ആ ഒരു ആത്മവിശ്വാസം എല്ലാ പ്രവർത്തകരിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മൊത്തം ക്യാമ്പയിൻ തന്നെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു നിശബ്ദ പ്രചരണം തന്നെയാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ നടത്തുന്നത്. കാരണം നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. എല്ലാ വീടുകളിലും കയറുക, എല്ലാ വീടുകളിലും ഒരു 3 പ്രാവശ്യം കയറുക എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു
ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഓരോ വീടുകളിലും കയറി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വികസനത്തിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരൊറ്റ സ്ട്രാറ്റജി മാത്രമായിരുന്നു. നാളെയും അത് തന്നെ ആയിരിക്കും നടക്കുന്നത്. നമ്മളെല്ലാം ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കണ്ടത്. അതല്ലാതെ ഒരു നെഗറ്റിവിറ്റിയും, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് അപവാദമോ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ ഒരു നെഗറ്റിവിറ്റിയോ ഒന്നും ചെയ്യാതെ നമ്മൾ വെച്ച് ചേർക്കുന്ന വികസനം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇതുവരെയുള്ള പ്രചരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നാളെയും തീർച്ചയായിട്ടും ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ വരുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവും കാണത്തില്ല. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും വലിയൊരു ആവേശ കാഴ്ച തന്നെയാണ് നമുക്ക് വടക്കേവിളയിലും കാണാൻ സാധിക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥിയായിട്ടുള്ള കേണൽ എസ് ഡിനി അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തേക്ക് പ്രവർത്തകരോടൊപ്പം അവർക്ക് ആവേശം പകർന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുകയാണ്, അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വലിയൊരു മാറ്റം തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ ഇനി കാണാനിരിക്കുന്നത് എന്നുള്ള കാര്യം ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ ഈ ഒരു കൊട്ടിക്കലാശവും എത്രത്തോളം ആവേശമുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്.